നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ CPMനെ പിന്തുണച്ചും പ്രതികരിച്ചും സജീവമായി നിരവധി പേജുകളാണ് രംഗത്തുള്ളത്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് ബറ്റാലിയൻ, ചെമ്പട, ഇങ്ങനെ പോവുകയാണ് ഈ സൈബർ കടന്നല്ലു കൂട്ടം എന്നു വിശേഷമുള്ള സംഘങ്ങളെല്ലാം. CPMനെതിരായ ആക്രമണങ്ങളെ പ്രതിരോധിച്ചും എതിരാളികളെ കൂട്ടമായി ആക്രമിച്ചും ഈ പേജുകൾ സജീവവുമാണ്. പലപ്പോഴും ഈ ആക്രമണങ്ങൾ സഭ്യതയുടെ പരിധി വിടുന്നതുമാണ്. ഇതിനെ CPM നേതൃത്വം കാര്യമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ തള്ളിപ്പറയുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. എന്തും ചെയ്യാനുള്ള CPM നേതൃത്വത്തിന്റെ ഈ മൗനാനുവാദം തന്നെയാണ് വ്യാജ കാഫിർ പോസ്റ്റ് പോലുള്ള അപകടകരമായ വർഗീയ പ്രചാരണങ്ങളിൽ വരെ കാര്യങ്ങൾ എത്തിച്ചത്. CPM സൈബർ പോരാളികളിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ളത് പോരാളി ഷാജിയാണ്. CPMനെ വിമർശനങ്ങളിൽ നിന്നും പ്രതിരോധിക്കുന്നതിനൊപ്പം എതിർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അടക്കം ആക്രമിക്കുന്നതിലും പോരാളി ഷാജി മുന്നിലാണ്. ഈ പേജിന്റെ പിന്നിൽ ആര് എന്നത് പലതവണ ഉയർന്ന ചോദ്യമാണ്. ഇന്നലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച കേസിൽ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇതിന് ഉത്തരമായി. വഹാബ് എന്നയാളാണ് പോരാളി ഷാജി എന്ന പേജിന്റെ അഡ്മിൻ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 2 ഫോണുകൾ ഈ പേജിനായി ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിന്റെയും ഉടമ വഹാബ് തന്നെ. ഈ ഫോണുകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. വിവാദ സ്ക്രീൻഷോട്ട് പോരാളി ഷാജിയും ഷെയർ ചെയ്തിരുന്നു. എന്നാൽ എവിടെ നിന്നു ലഭിച്ചു എന്നതിൽ വ്യക്തത വരുത്താത്തതിന്റെ പേരിലാണ് പോലീസ് നടപടി. പോരാളി ഷാജിയുടെ മാത്രമല്ല, റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് പങ്കുവച്ച റിബേഷ് രാമകൃഷ്ണന്റെ ഫോണും പിടിച്ചെടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. അടുത്തിടെ പോരാളിയുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റം CPM നേതൃത്വത്തെ കൂടി അങ്കലാപ്പിലാക്കിയിരുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ ഉയർന്ന വിമർശനം ഏറ്റുപിടിച്ച ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോരാളി ഷാജി പേജിനെ അടക്കം തള്ളിപ്പറഞ്ഞു. പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് തുറന്നു പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഒരു പോരാളി ഷാജിയെയും CPMന് അറിയില്ലെന്നുമാണ് ജയരാജൻ പറഞ്ഞത്. CPM അനുകൂലം എന്ന പേരിൽ കോൺഗ്രസ് ആണ് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നതെന്നും ആരോപിച്ചതോടെയാണ് ഷാജി തിരിച്ചടിച്ചത്. നേതാക്കളുടെ മാഫിയ ബന്ധങ്ങളും വീഴ്ചകളും ഇതോടെ എണ്ണിപ്പറഞ്ഞാണ് പിന്നീട് പോസ്റ്റുകൾ വന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് വന്നത്. തിരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ മതിമറന്ന് ജനങ്ങളെ പിഴിഞ്ഞു ഭരിച്ച സർക്കാരിന് തന്നെയാണെന്ന് എന്നായിരുന്നു പോരാളി ഷാജിയുടെ വിമർശനം. ഇതിനോട് നിശബ്ദത പാലിക്കുകയാണ് CPM ചെയ്തത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇനി പോരാളി ഷാജിയെ സംരക്ഷിക്കുന്ന ഒരു നീക്കവും CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ലെന്ന് ഉറപ്പിക്കാം. ഹൈക്കോടതിയിൽ പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളും ഈ സാഹചര്യത്തിൽ തന്നെയാണെന്ന് അനുമാനിക്കാം. അതേസമയം പോരാളി ഷാജിക്ക് പിന്നിലെ പോരാളി വഹാബ് ആണെന്ന് വ്യക്തമായത് വലിയ ആഘോഷമാക്കുകയാണ് CPM വിരുദ്ധ പേജുകൾ. ആരാണെന്ന് വ്യക്തമായിട്ടില്ല. CPM അനുഭാവിയോ പ്രവർത്തകനോ ആണോ എന്ന് പോലും വ്യക്തതയില്ല. എങ്കിലും വഹാബ് എന്ന പേരിനെ മുന്നിൽ വെച്ച് വർഗീയ ചുവയുള്ള പ്രചാരണമാണ് ഏറെയും നടക്കുന്നത്. പോരാളി ഷായി, പോരാളി സുഡാപ്പി എന്നിങ്ങനെയെല്ലാമുള്ള ട്രോളുകൾ നിറയുകയാണ്. എല്ലാം വർഗീയത തന്നെയാണ് കുത്തി നിറച്ചിരിക്കുന്നത്. പേരും മതവും ഉപയോഗിച്ച് നടത്തുന്ന ഈ ആഘോഷം തീർത്തും നെഗറ്റീവ് തന്നെയാണ്. വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്താണ് കാഫിർ പോസ്റ്റ് വിവാദമുണ്ടായത്. തിരുവള്ളൂരിലെ MSF നേതാവ് PK മുഹമ്മദ് കാസിമിന്റെ വാട്സപ്പ് സന്ദേശം എന്ന പേരിലാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. CPM സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചു എന്ന തരത്തിലായിരുന്നു ഇത്. ഇതാണ് CPM സൈബർ സംഘങ്ങൾ ഏറ്റെടുത്തത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ അടക്കം ഇടപെടലിൽ നടന്ന അന്വേഷണത്തിലാണ് ഇടതു പ്രൊഫൈലുകൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ഇത്തരം പ്രൊഫൈലുകൾക്ക് പിന്നിലെ CPM വിരുദ്ധതയുടെ സാന്നിധ്യം മനസ്സിലാക്കിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ അനുമതി നൽകിയതെന്ന വാദവും ഉയരുന്നുണ്ട്. എന്നാൽ ഈ പ്രൊഫൈലുകൾക്ക് പിന്നിലുള്ളത് ആരൊക്കെ എന്നതിൽ പൂർണ്ണമായ വിവരങ്ങൾ റിപ്പോർട്ടിലില്ല. പല ഗ്രൂപ്പ് അഡ്മിന്മാരും എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനാലാണ് പലരുടെയും ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച് മറുപടി നൽകിയില്ല എന്നതിനാലാണ് ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും മാതൃ കമ്പനിയായ മെറ്റയെയും കേസിൽ
പ്രതി ചേർത്തത്. CPM നേതാവും മുൻ MLA-യുമായ KK ലതികയടക്കം ഈ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. ഇതേക്കുറിച്ചൊന്നും പോലീസ് റിപ്പോർട്ടിൽ പരാമർശമില്ല. ഏതായാലും തിരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രം വച്ചുള്ള ഈ വർഗീയ പ്രചാരണത്തിന് പിന്നിൽ CPM പ്രൊഫൈലുകൾ തന്നെയാണ് എന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. പോരാളി ഷാജിയെ പോലുള്ള പ്രൊഫൈലുകളെ സംരക്ഷിക്കില്ല എന്ന സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രിയും നൽകിയിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് പത്രത്തിൽ കണ്ടുവെന്നും അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും അത് ലഭിച്ച ശേഷം ബാക്കി നോക്കാമെന്നുമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതും. നന്ദി.